സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി സുപ്രീം കോടതി ഒഴിവാക്കിയതോടെ നിയമസഭ പാസാക്കിയ 3 ബില്ലുകളിലും രാഷ്ട്രപതിയുടെ തീരുമാനം നിർണായകമാകും. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള ബില്ലും 2 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളുമാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ആഗസ്റ്റിൽ അയച്ചത്. സുപ്രീം കോടതി നേരത്തെ നിശ്ചയിച്ച 3 മാസ സമയപരിധിക്കുള്ളതിനാൽ ഈ മാസം ബില്ലുകൾ തീരുമാനമെടുക്കുമായെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. ഭരണഘടനാ ബെഞ്ച് സമയപരിധി നീക്കിയതോടെ തീരുമാനം നീളുമെന്നുറപ്പായി. ഗവർണർ ഒപ്പിടുമെന്ന പ്രതീക്ഷയിൽ സ്വകാര്യ സർവകലാശാല നിയമത്തിന് ചട്ടങ്ങൾ സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലില്ലാത്ത പട്ടിക സംവരണവും ഫീസിളവും സ്കോളർഷിപ്പും കേരളത്തിലെ നിയമത്തിലുണ്ട്. 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾക്ക് നീക്കിവെച്ചതിന്റെ സാധുതയിലും സംശയമുണ്ട്. ആസ്ഥാന ക്യാമ്പസിന് പുറത്ത് കേരളത്തിലെവിടെയുള്ള എത്ര കോളേജുകളെ വേണമെങ്കിലും ഉപ ക്യാമ്പസുകളായി കൂട്ടിച്ചേർക്കാൻ ആദ്യ ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. UGC ചട്ടത്തിന് വിരുദ്ധമായതിനാൽ ഒന്നിലധികം ക്യാമ്പസുകളിലാവണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിരുന്നു. അതോടെ 5 വർഷം പ്രവർത്തിച്ച ശേഷമേ ഉപ ക്യാമ്പസുകൾ തുറക്കാനാകൂ. ഗവർണറുടെ അധികാരം കുറയ്ക്കുന്നതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാരം കൂട്ടുന്നതുമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളെന്ന് വിലയിരുത്തിയാണ് 2 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. മന്ത്രിക്ക് സർവകലാശാലയിൽ നേരിട്ട് ഇടപെടാൻ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സർവകലാശാലയുമായി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിവരവും വിളിച്ചു വരുത്താൻ മന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും. വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ കവരുന്ന വ്യവസ്ഥകളും ബില്ലിലുണ്ടായിരുന്നു. 5 ബില്ലുകൾ കൂടി രാഷ്ട്രപതിക്ക് നിയമസഭ പാസാക്കിയ 5 ബില്ലുകൾ കൂടി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചേക്കും. ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യജീവി വെടിവെച്ച് കൊല്ലാനും 1/3 അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും മരമടിക്ക് അടക്കം മൃഗങ്ങളെ ഉപയോഗിക്കാനും സ്വകാര്യ ഭൂമിയിൽ ചന്ദനം വളർത്താനും വിൽക്കാനും ഏക കിടപ്പാടത്തിന്റെ ജപ്തി ഒഴിവാക്കാനുമുള്ള ഭേദഗതി ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയക്കുക. ബില്ലുകളിൽ രാഷ്ട്രപതി സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാറില്ല. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടുകയാണ് പതിവ്. ഗവർണർക്ക് വിരുദ്ധമായി കേന്ദ്രം നിലപാടെടുക്കില്ല. കേന്ദ്രം അഭിപ്രായം അറിയിക്കുന്നിരുന്നാലും തുടർ നടപടിയുണ്ടാകില്ല.